ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാർ ഓൺലൈൻ ടീച്ചർ. എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും +1 എക്കണോമിക്സിൽ നിന്ന് ഏതൊക്കെ പ്രോബ്ലം പഠിക്കണം, ഏതൊക്കെ ഗ്രാഫ് പഠിക്കണം എന്നുള്ളത്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രോബ്ലവും ഗ്രാഫും പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള പ്രോബ്ലവും അതുപോലെ ഗ്രാഫും ആണ് ഇതിൽ പറയുന്നത്. 15 എണ്ണം ഉണ്ട്. 15 പ്രോബ്ലം അല്ല, ഗ്രാഫ് പ്ലസ് പ്രോബ്ലം ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പിന്നെ നിങ്ങൾ വേറൊരു പ്രോബ്ലവും പഠിക്കേണ്ട കേട്ടോ, വേറൊരു ഗ്രാഫും പഠിക്കേണ്ട. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നത് മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ ഏതൊക്കെ പ്രോബ്ലം പഠിക്കേണ്ടത്, ഏതൊക്കെ ഗ്രാഫാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം കാണാം, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ചെയ്യാം. സോ മീൻ മീഡിയൻ മോഡ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ദെൻ ലെസ് ദാൻ ഒബ്ജീവും മോർ ദാൻ ഒബ്ജീവും വരച്ചിട്ട് മീഡിയൻ ഗ്രാഫിൽ കാണിക്കാൻ, ഗ്രാഫിക്കലി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടല്ല, ഗ്രാഫിക്കലി മീഡിയൻ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും വളരെ ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം 5 മാർക്കിന് ഉറപ്പാണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, അത് പഠിക്കണം. ദെൻ പിന്നെ പൈ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, പൈ ഡയഗ്രത്തിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് തന്നിട്ട് ഇതിലേതാണ് ഇൻക്ലൂസീവ് ഇതിലേതാണ് എക്സ്ക്ലൂസീവ് എന്ന് കണ്ടുപിടിക്കാൻ പറയും, അപ്പോൾ അത് പഠിക്കണം. ദെൻ പല ടൈപ്സ് ഓഫ് കോറിലേഷന് ഗ്രാഫ് ഉണ്ടല്ലോ, റഫ്ലി നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അത്. പിന്നെ സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്, കേവല സഞ്ചിത വില സൂചിക, വളരെ പ്രധാനപ്പെട്ട 4-5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ദെൻ നമുക്ക് മാർക്സ് സ്കോർസ് തന്നിട്ട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കാൻ എക്സാമിന് ചോദ്യം വന്നേക്കാം. മാക്സിമം ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കൊല്ലവും ഒന്നും റാങ്ക് കോറിലേഷൻ ചോദിക്കാറില്ല, പക്ഷെ ചോദിച്ചാൽ ഇതൊരു 6-5 മാർക്കിലേക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്ക് പോകരുത്. സോ അതൊരു മിസ് നിങ്ങൾ അതും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുക, അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ദെൻ Q1 Q3 അല്ലെങ്കിൽ P1 P3 D1 അത് ഒരൊറ്റൊരു ഇക്വേഷൻ പഠിച്ചാൽ എല്ലാം ചെയ്യാലോ, അത് പഠിച്ചിരിക്കണം. പിന്നെ വളരെ അപൂർവമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ആ ഒരു ചോദ്യവും നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. എങ്ങനെ പഠിക്കും? മിസ് പഠിപ്പിക്കും, ഡോണ്ട് വറി. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാൻ, ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ ചോദിക്കും. വളരെ സിമ്പിൾ ആണ്, അത് മിസ് പഠിപ്പിച്ചു തരാം. പിന്നെ കമ്പോണന്റ് ബാർ ഡയഗ്രാം ചോദിച്ചേക്കാം, ഏതിലൊന്ന് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ കമ്പോണന്റ് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബൈ ഡയഗ്രാം, ഏതിലൊരെണ്ണം ചോദിക്കും. അതും അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനോ അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനോ ചോദിച്ചേക്കാം. ഫൈനലി വളരെ അപൂർവമായിട്ട് ചോദിക്കാവുന്ന ഒരു ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതും കുറച്ചുണ്ട്, അത് കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്, പറ്റാവുന്നവരൊക്കെ അത് ചെയ്യാൻ മിസ് എന്തായാലും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഈ 15 ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നിങ്ങൾ പ്രോബ്ലം ആൻഡ് ഗ്രാഫ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം തിയറി പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തിയറി മിസ് വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഒന്നും മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്